ഹലോ ഗൈസ്, ഇസ്മിത് ലൈഫ് ഓഫ്സിൽ ഞാൻ കാലത്തെ ഷോപ്പിൽ എത്തുന്നതായിട്ട് പിന്നെ എന്നെ മണികണ്ഠം വന്നിട്ട് എന്തിനെ പാട്ട് പാടാൻ വേണ്ടി ഷോപ്പിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നേരെ ബേക്കൽ വെസ്റ്റിന് പോയി. ഇന്ന് ഭയങ്കര തിരക്കുണ്ടാവും. ഇന്ന് ബിഗ് ബോസിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഉള്ളന്മാർ ഒന്നാകെ വന്നിട്ട് സ്കോളർഷിപ്പിന്റെ ഫില്ല് ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇസ്താക്ക് പിന്നെ എല്ലാവരും മേനത്താക്കാനുള്ള കഴിവുകൊണ്ടുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ഫ്രീ ആയി. സ്റ്റേജിൽ പരിപാടി ജോറാക്കുന്നുണ്ട്. ചെക്കന്റെ സൗണ്ട് ഒന്നൊന്നര സൗണ്ട്, അതിനൊത്ത ഡാൻസും കളിക്കുന്നുണ്ട്. ഓർക്കസ്ട്രക്കാർ ഉസർ കളിക്കിട്ട് കൊട്ടുന്നുണ്ട്. അത് നോക്കാൻ അത്ര തന്നെ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നല്ല മജ ഉണ്ടായി. ഗാടകരെല്ലാം നിന്നിട്ട് നോക്കുന്നുണ്ട്. ഇതിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കാണികളെല്ലാം പുറത്ത് നിന്നിട്ട് നോക്കുന്നുണ്ട്. ചെക്കൻ ആൾക്കാർ എതിരിലേക്ക് ഇറങ്ങിയിട്ട് നല്ല മജാല പാടുന്നുണ്ട്. അതിന്റെ അടുക്ക് കാതർ കാര്യപ്പടി മെല്ലെ സ്റ്റേജിലേക്ക് വിളിച്ച് നോക്കാം ലുക്ക് എന്ത് ലുക്ക്. അപ്പൊ മെയിൻ ആൾക്കാർ പേരിന്റെ എത്ര ഇന്നത്തെ സീക്രട്ട് ഏജന്റിനെ വിളിച്ച്, റോബിന്റെ ഓളയും വിളിച്ച്, രണ്ടാളും നല്ല മാച്ച് ആക്കിട്ട് എന്നെ വന്നിനി. നല്ല കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ കാസർഗോഡ് പരിപാടി ആയതുകൊണ്ട് കുറച്ച് അധികം ചെലാക്കിട്ട് എന്നെ വന്നിനി. എന്തും ഇതെല്ലാം നോക്കാൻ ആൾക്കാരുണ്ടായിന്. അതെന്നൊരു സമാധാനം. അപ്പൊ നമ്മളെ ചെക്കനാട് വീട് എടുക്കുന്നുണ്ട്. ഓനോട് മൂണ്ടിട്ട് ഞാൻ പുറത്ത് ഇനി അതിൻ്റെ ഉള്ളിൽ തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മളെ ബൗൺസേഴ്സ് എതിർക്കുന്നുണ്ട്. ബിലാഷ് ചേട്ടന്, അനീഷ് ചേട്ടന്, രേഷ് ചേട്ടന് എല്ലാവരും ഉണ്ട്. ഓരോരു വൈബ് തന്നെ. അപ്പൊ എല്ലാവരും കൊച്ചി അങ്ങോട്ട് അന്ന് നല്ല മജ ഉണ്ടായി മുണ്ടാനി ഓരോട്. എല്ലാം ഞങ്ങളെ പോലെ തന്നെ ബെഗഡ് മുണ്ടുന്ന ആൾക്കാരൊന്നും ഇഷ്ടപ്പെട്ടെന്ന് ചെറുങ്ങനെ ഒന്ന് ഫോളോ ആക്കിയത്. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്, ബൈ.